ഞാൻ കംബോഡിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ആരുമായി പങ്കുവയ്ക്കാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ. അതിൽ നമ്പർ 1 വിജയരഹസ്യങ്ങൾ. നമ്മുടെ വിജയരഹസ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. കാരണം അത് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുക. നമ്പർ 2 നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. കാരണം പഠനങ്ങൾ പറയുന്നത് 70% ആൾക്കാരും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ സന്തോഷിക്കുന്നവരാണ്. നമ്മുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്തരുത്. കാരണം മറ്റുള്ളവരുടെ അനാവശ്യ അഭിപ്രായം ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തിയിരിക്കാം. അങ്ങനെ ഞാനിതാ കംബോഡിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരാഴ്ച കൂടിയേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഇവിടെ പുതിയ എയർപോർട്ട് ഓപ്പൺ ആവുകയാണ്. ഇത് വളരെ പഴക്കമുള്ള എയർപോർട്ടാണ്. കംബോഡിയയിലെ വളരെ പഴക്കമുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇപ്പോൾ ഇതാ അവർ പുതിയ എയർപോർട്ട് പണി പൂർത്തിയായിരിക്കുകയാണ്. അടുത്ത ആഴ്ച അതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഇത് പഴയ എയർപോർട്ടായി ഇനി മാറും. ഇവിടേക്ക് ഇനി ആളുകളൊന്നും വരികയില്ല. കാരണം ഇൻ്റർനാഷണൽ എയർപോർട്ടിനുള്ള ഇത് എടുത്തു കളയാൻ പോവുകയാണ് ഈ എയർപോർട്ട്. ചിലപ്പോൾ ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടായി മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇത് എൻ്റെ അവസാനത്തെ എയർപോർട്ട് വിസിറ്റാണ്. ഓക്കെ, ബായ്. കംബോഡിയയിൽ ഞാൻ ഇപ്പോൾ 3 വർഷമായി കംബോഡിയയിൽ. പക്ഷേ ഞാൻ ഈ എയർപോർട്ടിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഒരു മലയാളിനെ പോലും ഞാൻ ഈ എയർപോർട്ടിൽ കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഏത് എയർപോർട്ടിൽ പോയാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് എവിടെന്നെങ്കിലും നമുക്കൊരു മലയാളിനെ കാണാൻ പറ്റും. പക്ഷേ കംബോഡിയൻ എയർപോർട്ടിൽ ഞാനിപ്പോൾ 3 വർഷമായി വരുന്നു പോകുന്നു എല്ലാം. പക്ഷേ ഇതുവരെ ഒരു മലയാളിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെ മലയാളികൾ കുറവാണെന്ന് തോന്നുന്നു. അറിയില്ല, ചിലപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അവരില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവം ഞാൻ പങ്കുവെച്ചെന്നുള്ളൂ. ഓക്കെ, ഗുഡ് ബൈ.